സാർ, നമ്മൾ പത്തനംതിട്ട മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ ഈ മണ്ഡലം രൂപീകരിച്ചത് മുതൽ UDF-നൊപ്പമുള്ള ഒരു മണ്ഡലമാണ് പത്തനംതിട്ട. ഇത്തവണ തോമസ് ഐസക്കും അനിൽ ആന്റണിയും വന്നതോടുകൂടിയാണ് ആ മണ്ഡലം കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്നത്. BJP അവിടെ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നുമുണ്ട്. കഴിഞ്ഞ തവണ 2019 ആന്റോ ആന്റണി 3,80,927 വോട്ടുകൾ പിടിച്ചു. വീണ ജോർജ് 3,36,684 വോട്ടുകൾ. കെ സുരേന്ദ്രൻ അന്ന് അനുകൂല തരംഗമുണ്ടായിട്ട് പോലും 2,97,396 വോട്ടുകൾ മാത്രമാണ് പിടിച്ചത്. ഈ ഒരു സാഹചര്യത്തിലാണ് അവിടെ BJP വലിയ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നത്. അനിൽ ആന്റണി വിജയിക്കുമെന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ചില മാധ്യമങ്ങൾ സർവേ പുറത്തുവിട്ടപ്പോൾ അതിൽ തോമസ് ഐസക്കിന് വിജയസാധ്യത കൽപ്പിക്കുന്നുമുണ്ട്. ആന്റോ ആന്റണി ആളുകൾ മടുത്തു എന്ന് പറയുമ്പോൾ തന്നെ തോമസ് ഐസക് അവിടെ വിജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് സാർ? ഒരു സാധ്യതയും കാണുന്നില്ല എന്ന് പറയാൻ നിർബന്ധിതമാവുകയാണ്. അതിൻ്റെ കാരണം ആ മണ്ഡലത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം നോക്കിയാൽ UDF-ന് എന്നും അനുകൂലിച്ച ഒരു നിയോജകമണ്ഡലമാണ്. അവിടുത്തെ സാമുദായിക പ്രത്യേകതകളെല്ലാം പരിഗണിക്കുമ്പോൾ ക്രൈസ്തവ നായർ കമ്മ്യൂണിറ്റിയുടെ ഉൾപ്പെടെയുള്ള ഒരു കൺസോളിഡേഷൻ നോക്കുമ്പോൾ പരമ്പരാഗതമായി ലെഫ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ വിമുഖത കാണിക്കുന്ന ഒരു മണ്ഡലമാണ്. വാസ്തവത്തിൽ വീണ ജോർജിന് ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റിയുടെ പിന്തുണയും ആ രാഷ്ട്രീയ സാഹചര്യം എല്ലാം ഉള്ളപ്പോൾ കിട്ടിയ ഏറ്റവും നല്ല വോട്ടുകളാണ് കഴിഞ്ഞ തവണ ഉണ്ടായത്. ആ പിന്തുണ എന്തായാലും തോമസ് ഐസക്കിന് അവിടെ ലഭിക്കാൻ പോകുന്നില്ല. മാത്രമല്ല, അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം സുരേന്ദ്രനുമായിട്ട് നോക്കുമ്പോൾ വളരെ വളരെ പിന്നോക്കാവസ്ഥയിലാണ്. കഴിഞ്ഞ തവണ അനുകൂല തരംഗമുണ്ടായിരുന്നു, ശബരിമലയിൽ രാഷ്ട്രീയമുണ്ടായിരുന്നു. ആ പ്രശ്നത്തിൽ സുരേന്ദ്രൻ്റെ സംഭാവനകളും അദ്ദേഹത്തിൻ്റെ സമരവും ജയിലിൽ അടച്ചതും ഉൾപ്പെടെയുള്ള കാര്യത്തിൽ സുരേന്ദ്രന് ഗണ്യമായ സ്വാധീനം ആ സമയത്തുണ്ടായിട്ട് ഏറ്റവും നല്ല പെർഫോമൻസ് വന്നത് ഇത്രയും വോട്ടുകളേ ഉള്ളൂ. അത് എങ്ങനെയാണ് അനിൽ ആന്റണിയെ വീണ്ടും ആവർത്തിക്കാൻ സാധ്യതയുള്ളത്? UDF-ൻ്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള മതിപ്പ് കുറവ് എന്നതൊഴിച്ചാൽ ഏറ്റവും ശക്തമായ UDF മണ്ഡലം, ക്രൈസ്തവ വിഭാഗം പൊതുവിൽ തോമസ് ഐസക്കിനെ അംഗീകരിക്കാത്ത ഒരു രാഷ്ട്രീയ പശ്ചാത്തലം, അനിൽ ആന്റണിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നൊരു പശ്ചാത്തലം, പ്രത്യേകിച്ച് നീണ്ടകാലം ഒരു കോൺഗ്രസ് കുടുംബത്തിൽ ഇരുന്നിട്ട് ഒടുവിൽ വഞ്ചിച്ചുകൊണ്ട് മറ്റു രാഷ്ട്രീയത്തിലേക്ക് പോയി. വാസ്തവത്തിൽ BJP അവിടെ അനിൽ ആന്റണിയെ നിർത്താൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം BJPയുടെ വോട്ട് ഷെയർ കാര്യമായി കുറയാൻ പോകുന്നൊരു തിരഞ്ഞെടുപ്പാണ് പത്തനംതിട്ടയിൽ. അവിടെ ഒരുപക്ഷെ PC ജോർജോ അതല്ല BJPയുടെ സ്ഥാനാർത്ഥിയായി ശ്രീധരൻപിള്ള വന്നിരുന്നെങ്കിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത. അതുകൊണ്ട് BJPയുടെ വോട്ട് ഷെയർ എന്തായാലും പത്തനംതിട്ടയിൽ കൂടുകയല്ല, കുറയാനാണ് പോകുന്നത്. നാച്ചുറലി ഇത് UDF-ലേക്കാണ് പോകാൻ സാധ്യതയുള്ളത്. അപ്പോൾ UDF-ലെ അപ്പോൾ പ്രധാനമായിട്ട് UDF LDF-ഉം തമ്മിലാണ് അവിടെ മത്സരം വരുന്നത്. അനിൽ ആന്റണിയുടെ ഒരു ചെറുപ്പമാണ്, അദ്ദേഹത്തിന് വലിയ പരിചയക്കുറവുണ്ട്, അദ്ദേഹത്തിൻ്റെതായ പ്രസംഗ പാടവത്തിലുള്ള പരിമിതികളും, അപ്പോൾ ജനങ്ങളെ ആകർഷിക്കാനുള്ള കഴിവിൻ്റെ അപര്യാപ്തതയും പിന്നെ PC ജോർജിൻ്റെ വിമുഖതയും ഇതെല്ലാം നോക്കുമ്പോൾ പൊതുവിൽ അവിടെ BJPക്ക് എനിക്ക് തോന്നുന്നില്ല പത്തനംതിട്ടയിൽ എന്തെങ്കിലും വിജയസാധ്യതയുണ്ടെന്ന്. മറിച്ച് സ്ട്രെയിറ്റ് ഫൈറ്റ് ഇവർ തമ്മിലേക്ക് മാറാനും കഴിഞ്ഞ തവണ സുരേന്ദ്രന് കിട്ടിയ ആ ഒരു വോട്ട് ഇത്തവണ അനിൽ ആന്റണിക്ക് കിട്ടാതിരിക്കാനും. എന്തിനാണ് BJP അനിൽ ആന്റണിയെ നിർത്തിയത്? ഞാൻ ആലോചിച്ചിട്ട് മനസ്സിലായത് കേരളമൊട്ടുക്കും രാജ്യമൊട്ടുക്കും ചൂണ്ടിക്കാണിക്കാനായി മുൻ ചീഫ് മിനിസ്റ്റർ AK ആന്റണി, കേന്ദ്രമന്ത്രിയായ AK ആന്റണി, ഏറ്റവും വലിയ വർക്കിംഗ് കമ്മിറ്റി അദ്ദേഹത്തിൻ്റെ മകൻ BJP സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു എന്ന് കാണിക്കാനാണ് അവർ നിർത്തിയതല്ലാതെ അവിടെ വിജയിക്കാനായിട്ട് BJPക്ക് ഒരു സാധ്യതയും പത്തനംതിട്ടയിൽ ഞാൻ കാണുന്നില്ല. അത് സ്ട്രെയിറ്റ് ആന്റോ ആന്റണി വേഴ്സസ് തോമസ് ഐസക്കാണ്. തോമസ് ഐസക്കിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ക്രൈസ്തവ സമൂഹത്തിൻ്റെ പിന്തുണ ഇല്ല എന്നുള്ളത്. അത് ആന്റോ ആന്റണി വേണ്ട രീതിയിൽ കൾട്ടിവേറ്റ് ചെയ്തു. അതുകൊണ്ട് അത് UDF വിജയിക്കുമെന്ന് ഏതാണ്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മണ്ഡലമായിട്ടാണ് എനിക്ക് പത്തനംതിട്ടയെ കാണുന്നത്. അതിൻ്റെ ചരിത്ര പശ്ചാത്തലം, അവിടുത്തെ സാമുദായിക ധ്രുവീകരണം, പിന്നെ അവിടുത്തെ രാഷ്ട്രീയ വിഷയങ്ങളും പിന്നെ കേന്ദ്ര ഭരണത്തിൻ്റെ പ്രത്യേകതയും ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ഇപ്പോൾ ശ്രീധരൻപിള്ളയാണ് BJPയുടെ കാൻഡിഡേറ്റായിട്ട് നിൽക്കുന്നതെങ്കിൽ, PC ജോർജാണ് നിന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മത്സരം ഒരു ത്രികോണ മത്സരത്തിലേക്ക് എത്തിക്കാൻ പറ്റുമായിരുന്നു. എന്നാലും തോമസ് ഐസക്കിന് അത് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരം സർവേകൾ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല.